നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ നടുക്കം നാട്ടുകാരെയും വീട്ടുകാരെയും മാത്രമല്ല കേരളത്തെ ഒന്നടങ്കം ഇതും വിട്ടുമാറിയിട്ടില്ല. ആ ഒരു ആഘാതം. അധികം സംസാരിക്കാത്ത ആളായിരുന്നു അഫാൻ എന്നാണ് പരിചയക്കാരൊക്കെ പ്രതികരിക്കുന്നത്. 5 കൊലകൾ നടത്തിയത് ശബ്ദം പോലും പുറത്ത് കേൾപ്പിക്കാതെയായിരുന്നു. പഠനം പാതി വഴിയിൽ നിർത്തിയ അഫാന് സുഹൃത്തുക്കൾ കുറവായിരുന്നു. അഫാൻ ആദ്യമായി ആത്മഹത്യാ ശ്രമം നടത്തുന്നത് 8 വർഷം മുൻപ്. പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാത്തതിനായിരുന്നു ആത്മഹത്യാ ശ്രമം അന്ന് അഫാൻ നടത്തിയത്. അന്ന് ആശുപത്രിയിൽ എത്തിച്ചായിരുന്നു അഫാനെ രക്ഷപ്പെടുത്തിയത്. മാത്രമല്ല, ഈ അഫാന്റെ വീട്ടിലേക്ക് എത്തിയ ഒരു ആംബുലൻസ് ഡ്രൈവർ, അതായത് കൊലയ്ക്ക് ശേഷം ഈ മൃതദേഹങ്ങൾ മാറ്റാൻ വേണ്ടി എത്തിയ ആംബുലൻസ് ഡ്രൈവർ സഫീർ ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ കൂടി വിശദമായി നോക്കാം. താൻ വന്നപ്പോൾ ഒരു 7 മണിയായി കാണും. 3 ശരീരങ്ങൾ അവിടെ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. മുഖം അടിച്ച് തകർത്ത നിലയിലാണ്. ആ ഉമ്മ പുറകിൽ ഇരുന്നയാളെ പിടിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് കുഴിയുണ്ട്. അവന്റെ അനിയന്റെ കണ്ണ് കുഴിഞ്ഞകത്തേക്ക് പോയി. ഒരു കണ്ണ് കാണാൻ പോലും ഇല്ലായിരുന്നു. ഉമ്മയെ മാറ്റുമ്പോൾ തലയോട്ടിക്കകത്തേക്ക് തന്റെ വിരൽ കയറിപ്പോയി എന്നാണ് ആംബുലൻസ് ഡ്രൈവർ സഫീർ പറയുന്നത്. എന്തായാലും ഈ ഒരു ഇവരെ വീട്ടിലേക്ക് എത്തിയവരെല്ലാം ഭയാനകമായ കാഴ്ച തന്നെയാണ് കണ്ടത്. അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ പ്രതി അഫാൻ മാത്രമാണെന്ന് ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എല്ലാവരെയും കൊന്നത് ഒരേ ചുറ്റിക ഉപയോഗിച്ചാണെന്നും ആയുധം കണ്ടെത്തിയെന്നും പോലീസ് വിശദമാക്കിയിരുന്നു. കേസ് അന്വേഷിക്കാൻ 4 CAമാരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. റൂറൽ SP K സുദർശൻ നേതൃത്വം നൽകും. പ്രതി അഫാനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. അഫാൻ ഇതുവരെ നൽകിയിരിക്കുന്ന മൊഴി പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അഫാന്റെ ബൈക്ക് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതേസമയം അഫാന്റെ സുഹൃത്ത് ഫർസാനയുടെ മരണത്തിൽ വിറങ്ങലിച്ച് വെഞ്ഞാറമൂട് മുക്കന്നൂരിലെ പ്രദേശവാസികളും ബന്ധുക്കളും. വെഞ്ഞാറമൂട്ടിലെ സ്കൂളിൽ പഠന കാലയളവിൽ തുടങ്ങിയ പ്രണയമാണ് അഫാനും ഫർസാനയും തമ്മിൽ. അഞ്ചലിലെ കോളേജിൽ PG വിദ്യാർത്ഥിനിയായിരുന്നു ഫർസാന. പഠിക്കാൻ മിടുക്കിയായിരുന്നു. ട്യൂഷന് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഫർസാന ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വൈകിട്ട് 3:30 വരെ ഫർസാന വീട്ടിലുണ്ടായിരുന്നു. പിന്നാലെ കാമുകൻ അഫാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീടിന്റെ മുകളിലത്തെ നിലയിലെ മുറിയിൽ എത്തിച്ച ശേഷമാണ് കൊന്നത്. മുനയുള്ള ആയുധം ഉപയോഗിച്ച് തലയിൽ കുത്തിയാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത്. മുഖമാകെ വികൃതമാക്കിയ നിലയിലായിരുന്നു. പേരുമലയിലെ കൂട്ടക്കൊലപാതക വിവരം പുറത്തറിഞ്ഞപ്പോഴാണ് ഫർസാനയും ഉൾപ്പെട്ടതായി വ്യക്തമായത്. 2 ദിവസം മുൻപ് പെൺകുട്ടിയുമായി അഫാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് അഫാന്റെ ബന്ധു കണ്ടിരുന്നു. ഫർസാനയുടെ തലയ്ക്കു പ്രതി തുരുതുര അടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഫർസാനയുടെ തലയിലെ മുറിവ് വളരെ ആഴത്തിലുള്ളതാണ്. നെറ്റിയുടെ 2 വശത്തും നടുക്കും ചുറ്റിക കൊണ്ട് ആഴത്തിൽ അടിച്ച പാടുമുണ്ട്. താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് ഫർസാനയെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ പോലീസിന് മുന്നിൽ നൽകിയിരിക്കുന്ന മൊഴി. ഫർസാനയുടെ മരണം അറിഞ്ഞ് തളർന്ന മാതാപിതാക്കളെ ബന്ധുക്കൾ ആശ്വസിപ്പിക്കാൻ വളരെയധികം കഷ്ടപ്പെടുകയുണ്ടായി. മരണപ്പെട്ടത് തന്റെ മകളാകല്ലേ എന്ന പ്രാർത്ഥനയോടെയാണ് സുനിൽ, അതായത് ഫർസാനയുടെ പിതാവ് സുനിൽ, വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.